തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഫോണിലൂടെയാണ് കൌൺസിലർ സ്ഥലം MLA VK പ്രശാന്തിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിലവിൽ ശാസ്തമംഗലത്ത് ഒരു കോർപ്പറേഷൻ കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലാണ് വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് ഉള്ളത്. ഇതേ കെട്ടിടത്തിലാണ് മുൻ കൌൺസിലറിനും ഓഫീസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മുറി ചെറുതാണെന്നും MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണം എന്നുമാണ് നേരിട്ട് ശ്രീലേഖ പ്രശാന്തിനെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. കൌൺസിലർ ശ്രീലേഖയുടെ ആവശ്യം അനുവദിക്കാനാവില്ല എന്ന് MLA പറഞ്ഞു. വാടക കരാർ പ്രകാരമാണ് ഓഫീസ് അനുവദിച്ചിട്ടുള്ളത് എന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാലാവധിയുണ്ട് എന്നും VK പ്രശാന്ത് പറഞ്ഞു. അതേസമയം കോർപ്പറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടാൽ MLAക്ക് ഓഫീസ് ഒഴിഞ്ഞു നൽകേണ്ടി വരും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹമുണ്ട്. ഈ അവസരത്തിലാണ് MLA ഓഫീസ് ഒഴിപ്പിക്കാൻ കൌൺസിലർ ശ്രമിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആര്യ രാജേന്ദ്രൻ മേയറായ പഴയ കൌൺസിലിന്റെ തീരുമാനപ്രകാരമായിരുന്നു കോർപ്പറേഷൻ കെട്ടിടം VK പ്രശാന്ത് MLAയുടെ ഓഫീസായി പ്രവർത്തിക്കാൻ അനുവദിച്ചത്. കോർപ്പറേഷന്റെ കെട്ടിടം തന്റെ ഓഫീസായി പ്രവർത്തിപ്പിക്കാൻ വിട്ടുകിട്ടണം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസമാണ് ആർ ശ്രീലേഖ ഫോൺ വഴി MLA VK പ്രശാന്തിനെ അറിയിച്ചത്. എന്നാൽ ഒഴിയാനാവില്ല എന്ന് MLA നിലപാട് എടുത്തു എന്നാണ് വരുന്ന വിവരങ്ങൾ. നിലവിലുള്ള വാടക കരാർ തീരാതെ മാറാനാവില്ല എന്ന് പ്രശാന്ത് പറഞ്ഞു. നിലവിലുള്ള വാടക കരാർ അനുസരിച്ച് 2026 മാർച്ച് 31 വരെ VK പ്രശാന്ത് MLAക്ക് കെട്ടിടം അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കൌൺസിലിന്റെ തീരുമാനമാണ് പ്രധാനം. അഥവാ കൌൺസിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ MLA വഴങ്ങേണ്ടി വരും എന്നതാണ് വിദഗ്ധർ പറയുന്നത്. മുൻ മേയർ കൂടിയായ V പ്രശാന്ത് MLAക്ക് കോർപ്പറേഷൻ ചട്ടങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ടായിട്ടും കെട്ടിടം വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത് ആവശ്യമില്ലാതെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് എന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നു. കോർപ്പറേഷൻ ചട്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർക്ക് അവരവരുടെ വാർഡുകളിൽ ഓഫീസ് സ്ഥാപിക്കാൻ ഉചിതമായ സ്ഥലം കണ്ടെത്താം. ഓഫീസ് സജ്ജമാക്കുന്നതിന് മേയർ വഴിയാണ് കൌൺസിലർമാർ അപേക്ഷിക്കേണ്ടത്. കോർപ്പറേഷൻ കെട്ടിടത്തിലോ പുറത്തോ ഓഫീസ് സെറ്റാക്കാം. ഓഫീസ് വാടകയായി പരമാവധി കോർപ്പറേഷൻ 8,000 രൂപ വരെയാണ് നൽകുക. ശാസ്തമംഗലം വാർഡിൽ കോർപ്പറേഷൻ കെട്ടിടത്തിലെ താഴത്തെ നിലയിലുള്ള മുറിയിലാണ് വട്ടിയൂർക്കാവ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. ശ്രീലേഖയുടെ കൌൺസിലർ ഓഫീസും ഇവിടെ സജ്ജമാക്കാനുള്ള നടപടി പുരോഗമിക്കുകയായിരുന്നു. വർഷങ്ങളായി MLA ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് കോർപ്പറേഷൻ കെട്ടിടത്തിലാണെന്നും ഇങ്ങനെ പെട്ടെന്ന് ഓഫീസ് മാറുന്നത് പല ആവശ്യങ്ങൾക്കായി തന്നെ കാണാനെത്തുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നുമാണ് VK പ്രശാന്ത് പറയുന്നത്. പ്രാഥമികമായി നടന്ന ആശയവിനിമയത്തിൽ തന്നെ MLA ഓഫീസ് ഒഴിയാനാവില്ല എന്ന് അറിയിച്ചതോടെ ഇനി കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്നാൽ കൌൺസിലർ ഓഫീസിന് സ്ഥലം വേണം എന്ന് ഔപചാരികമായി ആവശ്യപ്പെടുകയും കൌൺസിൽ അതിൽ തീരുമാനമെടുക്കുകയും ചെയ്താൽ വാടക കരാർ റദ്ദാക്കാനാകും. എന്നാൽ കരാർ കാലാവധി ഇനി 3 മാസം മാത്രമാണെന്നിരിക്കെ ആർ ശ്രീലേഖ നിർബന്ധം പിടിക്കുമോ എന്നത് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.